എൻ്റെ പേര് ഷിജു അബ്രഹാം. ഞാൻ വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. 11/5/2022 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗം, ഞാൻ അന്ന് ഒരു മിനി അംഗനവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. 10 വർഷത്തോളമായി മിനി അംഗനവാടി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ അത് മെയിനാക്കി ഉയർത്താനുള്ള യാതൊരു സാധ്യതകളുമില്ലായിരുന്നു. ഒരുപാട് സെക്രട്ടേറിയറ്റിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമെല്ലാം ഞങ്ങൾ പോകുകയും പങ്കെടുക്കുകയും എല്ലാം ചെയ്തു. രാഷ്ട്രീയപരമായി ഒരുപാട് ഇടപെട്ടു. പക്ഷേ എങ്കിലും ഒന്നും നടന്നില്ല. അപ്പം മിനി അംഗൻവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കർ മാത്രമേ ഉള്ളൂ. 10, 15 മുതൽ 20 വരെ കുട്ടികളുണ്ടാകും. അവർക്ക് ഫുഡ് ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തം ചെയ്യണം. രജിസ്റ്ററുകളും അങ്ങനെയെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പം അതിൽ നിന്നൊരു പക്ഷേ സാധാ അംഗൻവാടിക്കാർക്ക് കൊടുക്കുന്നതിനേക്കാളും 1000 രൂപ കുറവായിരുന്നു നമുക്ക് ശമ്പളം ലഭിച്ചിരുന്നത്. താൽക്കാലികമായി എന്നതിൻ്റെ പേരിൽ 1000 രൂപ കുറച്ചായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. ഞാൻ എൻ്റെ നിയോഗത്തിൽ പ്രത്യേകം ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നോട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള 100 മിനി അംഗൻവാടികൾ മെയിനാക്കി 2024 ഒക്ടോബർ മാസം ഉത്തരവ് വന്നു. അതിനുശേഷം മെയിൻ അംഗൻവാടിയിലേക്കുള്ള ടീച്ചറായി അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ച് 2024 ഒക്ടോബർ 10 എനിക്ക് 5 വർഷത്തെ ലീവ് എടുത്ത് ഇസ്രായേലിൽ ജോലിക്ക് പോകുവാനുള്ള ഭാഗ്യം നൽകി അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഇസ്രായേലിലേക്കുള്ള ജോലിക്ക് പോകാൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസരത്തിലാണ് ഞാൻ ഇസ്രായേലിൽ ജോലിക്ക് പോകാനായി ശ്രമിക്കുന്നത്. എന്നാൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരിത് വന്നു. ആദ്യം ഒരു ഏജൻറ്റിനെ സമീപിച്ചു. എല്ലാ കാര്യങ്ങളും ഒരുമാതിരിയൊക്കെ ഓക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ചേച്ചിക്ക് പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അതെന്നെ മാനസികമായി ഒരുപാട് തളർത്തി. പക്ഷേ ഞാൻ പ്രത്യേകം മാതാവിലെ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലെല്ലാം വിശുദ്ധ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും വേറൊരു ഏജൻറ്റിനെ സമീപിച്ചു. അപ്പോൾ ആ ഏജൻറ്റ് എന്നോട് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ചേച്ചിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി എൻ്റെ ഡോക്യുമെൻറ്റ്സുകളെല്ലാം വളരെ പെട്ടെന്ന് നടക്കുകയും എനിക്ക് മത്താഷം വിസയെല്ലാം വരികയും 24 ഒക്ടോബർ 14 നവംബർ 14 ഞാൻ ഇസ്രായേലിൽ ജോലിക്ക് പോയി. ഞാനിപ്പോൾ ലീവിന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട്. 1.5 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. എനിക്ക് നല്ലൊരു ഭവനം അമ്മയും ഈശോയും എനിക്ക് ഒരുക്കി തന്നു. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വേദനകൾ കണ്ട് മനസ്സിലാക്കുന്ന നല്ലൊരു കുടുംബം, എനിക്ക് പ്രാർത്ഥിക്കാൻ 1 മണിക്കൂർ എനിക്കായി തരുന്ന ഒരു കുടുംബം. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹമുള്ള ഒരു സ്ഥലത്താണ് ഞാനിന്ന് ജോലി ചെയ്യുന്നത്. യുദ്ധത്തിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തില്ല. അങ്ങനെ ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഈ മോന് ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയാണ്. അവന് 26 വയസ്സുണ്ട്. എൻ്റെ മൂത്ത മോനാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. അപ്പം ഇവന് ചെറുപ്പം മുതൽ ഭയങ്കര ദേഷ്യവും അരിശവും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ചെറുപ്പം മുതലേ ഒരു പ്രാർത്ഥനയുടെ ജീവിതമാണ് ഞങ്ങൾ മുന്നോട്ട് നയിച്ചിരുന്നത്. വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ പ്രായത്തിൻ്റേതായ പലവിധ അസ്വസ്ഥതകളും അവനിലുണ്ടായിരുന്നു. എല്ലാം അമ്മയും മാതാവും ഈശോയും മാറ്റി തന്നു. അവൻ്റെ ദേഷ്യ അരിശമൊക്കെ മാറി. അവനിപ്പോൾ ഒരുപാട് ശാന്തനാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ അവനെ പിരിഞ്ഞ് നിന്നിട്ടില്ല. എനിക്ക് പോകാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം 2 വർഷത്തെ ലീവ് എടുത്താണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ഞാൻ 5 വർഷത്തേക്ക് എൻ്റെ ലീവ് നീട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ എനിക്കും നേരത്തെ ഭയങ്കര ദേഷ്യവും അരിശമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ദേഷ്യവും അരിശവും എല്ലാം മാറി. എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. ഒരുപാട് ജപമാലകൾ ചെല്ലും. കൊന്ത കയ്യിൽ നിന്ന് താഴെ വെക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുപോലെ ജപമാലകൾ ചെല്ലും. പിന്നെ ബൈബിള് വായിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ നന്നായി നടത്തുന്നു. പിന്നെ ഇസ്രായേലിലായതുകൊണ്ട് എനിക്കങ്ങനെ വിശുദ്ധ കുർബാനയിൽ കാര്യമായിട്ട് പങ്കെടുക്കാൻ പറ്റാറില്ല. പക്ഷേ മാസത്തിൽ എല്ലാ 2ാമത്തെ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ അടുത്ത് ദിവ്യബലിയുണ്ട്.
അതിന് സാധിക്കുമ്പോഴെല്ലാം പങ്കെടുക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുമ്പസാരിക്കാനും എല്ലാം ഉള്ള അവസരം ലഭിക്കാറുണ്ട്. അത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എല്ലാ മാസവും എനിക്ക് സാലറി ലഭിക്കുമ്പോൾ അതിൽ നിന്നൊരു ഭാഗം ഞാൻ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് നീക്കി വയ്ക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നു. കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് കിട്ടിയ കൃപാസന പത്രങ്ങളെല്ലാം ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങളുടെ കുടുംബത്തിന് മോനെ എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച പല അനുഗ്രഹങ്ങളും പറഞ്ഞ് ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. ഷിജു എബ്രാഹാം ഈ അൾത്താരയിൽ തങ്ങളുടെ ജീവിതം ഉടമ്പടി വഴി എങ്ങനെയാണ് ദൈവോന്മുഖമായി തീർന്നത് എന്നുള്ളതാണ് നമ്മോട് പങ്കുവയ്ക്കുക. ഓരോ വ്യക്തിയെയും ദൈവം എങ്ങനെയാണ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും കർത്താവിൻ്റെ നയനങ്ങൾ നമ്മെ നോക്കി ഇരിക്കുകയാണ്. അതായത് നാം ഒന്ന് നോക്കിയാൽ മതി, നമ്മെ കടാക്ഷിച്ച് അനുഗ്രഹിക്കാൻ അവിടുന്ന് തയ്യാറാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് എങ്ങനെയാണ് അംഗനവാടി ടീച്ചറിൻ്റെ പോസ്റ്റ് പെർമനൻ്റ് ആയത്, അത് തനിക്ക് വേണ്ടി മാത്രമല്ല. 100 അംഗനവാടികളാണ് കേരളത്തിലുള്ളത്. അത് മുഴുവനും മിനി അംഗൻവാടികൾ. ആ മിനി അംഗൻവാടികൾ മുഴുവനും അത് എങ്ങനെ പിന്നീട് ഗവൺമെൻറ് അപ്ഗ്രേഡേഷനിലേക്ക് വന്നു എന്നും, അതുപോലെ തന്നെ തനിക്ക് ഇസ്രായേലിന് പോകുവാനായിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെ മാറി, സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയാണ് തനിക്ക് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ടു കഴിയുമ്പോൾ അതിനുള്ള എല്ലാ സോഴ്സും തെളിയുന്നത് അതുപോലെ തൻ്റെ മകൻ്റെ കാര്യം, ആ മകൻ ജന്മന ആ മകനുള്ള ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, അതെല്ലാം ഒത്തിരിയേറെ കുടുംബത്തെ മൊത്തം ബാധിച്ചിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ന് ആ മകൻ ശാന്തനാണ്. ആ മകന് തൻ്റെ ബുദ്ധി വൈകല്യം അതുമൂലം ആ മകനുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പരിഹരിക്കപ്പെട്ടു. മറ്റ് ഒരു മെഡിസിനും താൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഷിജു നമ്മോട് പങ്കുവെച്ചത്. ഉടമ്പടിയുടെ ജീവിതം എന്നുള്ളത് അത് നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമാണ്. നാം തിരഞ്ഞെടുത്താൽ പിന്നീട് നാം അതിൽ വിശ്വസ്തരും സത്യസന്ധരുമാണെങ്കിൽ ദൈവം കൃപകൾ ചൊരിയുവാൻ തയ്യാറായി. എത്രയോ മക്കൾ തങ്ങളുടെ ജീവിതം പാടെ മാറ്റിമറിച്ച ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് ഈ അൾത്താരയിൽ പറയുന്നുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മാധുര്യം ആസ്വദിക്കുവാൻ കാഴ്ചക്കാരായിട്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ ഇന്ന് കുർബാനയെ അർപ്പിക്കുവാൻ, ബലിയുടെ മാഹാത്മ്യം മനസ്സിലാക്കുവാൻ, ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ, അമ്മയിലൂടെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ ജനങ്ങൾക്ക് കഴിയുന്നു. അതുതന്നെയാണ് കൃപാസനവും മുമ്പോട്ട് വയ്ക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.